അസ്ട്രോ വേദിക് വിഷൻ മലയാളം ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഞാൻ പെരുമ്പാവൂരിൽ നിന്നും പുഷ്പ സുബ്രഹ്മണ്യൻ, MA ജ്യോതിഷം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ചിത്ര നക്ഷത്രത്തിന്റെ അടുത്ത ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളെ കുറിച്ചാണ്. ചിത്ര നക്ഷത്രം 2 രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, കന്നി രാശിയിലും തുലാ രാശിയിലും. ഒരു നക്ഷത്രം ശരാശരി 24 മണിക്കൂർ, അതായത് 60 നാഴികയാണല്ലോ ഉള്ളത്. ഇതിൽ ആദ്യത്തെ 12 മണിക്കൂർ അഥവാ 30 നാഴികയ്ക്കുള്ളിൽ ജനിക്കുന്നവർ കന്നിക്കൂറുകാരും അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ജനിക്കുന്നവർ തുലാക്കൂറുകാരും ആണ്. ആദ്യം കന്നിക്കൂറുകാരായ ചിത്ര നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നോക്കാം. കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴവും സൂര്യനും വളരെ അനുകൂലമായി 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 11 വരെ വ്യാഴത്തിന് മൗഢ്യമുണ്ട്. അതുകൊണ്ട് വ്യാഴത്തിനെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് കുറച്ച് കുറവുണ്ടാവും. ഓഗസ്റ്റ് 11 ശേഷം വ്യാഴം ഉച്ചരാശിയിൽ കൂടി ആയതുകൊണ്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും. 11 നിൽക്കുന്ന സൂര്യനും ഗുണാനുഭവങ്ങൾ നൽകും. സാമ്പത്തിക നേട്ടങ്ങൾ, കിട്ടാനുള്ള ധനം തിരികെ ലഭിക്കൽ, ആഗ്രഹ സാഫല്യം, തൊഴിലഭിവൃദ്ധി, വിദ്യാവിജയം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. 12 നിൽക്കുന്ന കേതു കുറച്ച് അനാവശ്യ ചിലവ്, യാത്ര, അലച്ചിൽ ഇവ നൽകാം. ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് ഈ ദോഷത്തിന് പരിഹാരമാകും. മാതൃഗുണവും ഭാര്യാഭർത്തൃഗുണവും പ്രതീക്ഷിക്കാം. പൊതുവെ കന്നിക്കൂറുകാരായ ചിത്ര നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വളരെ കൂടുതലും ദോഷാനുഭവങ്ങൾ വളരെ കുറഞ്ഞതുമായ നല്ലൊരു മാസമായിരിക്കും ഇനി വരുന്നത്. തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്കും സാമാന്യം നല്ല സമയമാണ്. ശനിയും സൂര്യനും കേതുവും വളരെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിലിൽ ഉയർച്ച, പുതിയ അവസരങ്ങൾ, വിദ്യാവിജയം ഇവ ഉണ്ടാകാം. 8ൽ നിൽക്കുന്ന ചൊവ്വ കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദുർഗാവചനത്തിലൂടെ ദോഷങ്ങൾ കുറയ്ക്കാൻ കഴിയും. 5ലെ രാഹുവും കുറച്ച് മനപ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സർപ്പപ്രീതി പരിഹാരമായി ചെയ്യാം. തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ കൂടുതലും ദോഷാനുഭവങ്ങൾ കുറഞ്ഞതുമായ നല്ലൊരു മാസം തന്നെയായിരിക്കും അടുത്ത ഒരു മാസം. ചിത്തിര നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഓം വജത്വേ നമഃ എന്ന സുബ്രഹ്മണ്യ മന്ത്രം ജപിക്കുന്നതും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ സഹായിക്കും. നന്ദി, നമസ്കാരം.